നമസ്കാരം ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഏകദേശം ഇപ്പോൾ ഒരു രണ്ടാഴ്ചക്ക് മേളിലായി ഇപ്പോൾ വീഡിയോസൊക്കെ ഇട്ടിട്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പനിയൊക്കെ ആയിരുന്നു. അപ്പോൾ പനിയൊക്കെ പിടിച്ചിട്ട് ആകെ ഒരാഴ്ച അങ്ങനെ തന്നെ പോയി. പിന്നെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അറിയാമല്ലോ, ഫുൾ ടൈം ഇപ്പോൾ മഴയും റെയിനി സീസൺ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ പുറത്തിറങ്ങി അധികം കണ്ടന്റ് ഒന്നും എടുക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ക്യാമറയിലേക്ക് സ്വിച്ച് ചെയ്യുന്ന കാര്യത്തിനെ പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ ഫോണിൽ തന്നെയാണ്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഒരു കണ്ടീഷനിലാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ ആയിട്ട് പറ്റും. കുറച്ച് നമുക്ക് ഔട്ട്ഡോഴ്സ് ആയിട്ടുള്ള ഇങ്ങനത്തെ ഷൂട്ടിംഗ് ഒക്കെ വരുമ്പോഴേക്കും നമുക്ക് ഫോണിലൊക്കെ എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട്. നമ്മുടെ ഫോൺ വാട്ടർ പ്രൂഫ് ഒക്കെ തന്നെയാണ്, എന്നാലും ഫോണിൽ ഷൂട്ട് ചെയ്യുന്നതിന് എന്തായാലും ഒരു പരിധി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാൻ ക്യാമറയുടെ കാര്യം പറഞ്ഞത്. അപ്പോൾ വൈകാതെ സ്വിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ചെറിയ മോട്ടോ വ്ളോഗിങ്ങും കൂടി ചെയ്യാമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. മോട്ടോ വ്ളോഗിങ്, പിന്നെ നമുക്ക് ഡെയിലി വ്ളോഗ്സ് അങ്ങനെ ചെയ്യാമെന്ന് ആലോചിക്കണം. പിന്നെ ആഴ്ചയിൽ നമുക്ക് ഒരേ സ്ഥലത്തൊക്കെ യാത്ര ചെയ്യാനായിട്ടും പ്ലാനുകളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പതുക്കെ പ്ലാൻ ചെയ്ത് വേണം എക്സിക്യൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ കുന്നറ പാർക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വൈറ്റിലയിലുള്ള പാർക്കിൽ വന്നേക്കുവാണ്. അപ്പോൾ ഞാൻ രണ്ട് ദിവസം മുമ്പ് ഞാൻ ഒരു വാച്ച് വാങ്ങിയായിരുന്നു. അപ്പോൾ ഞാൻ ആ വാച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു അൺബോക്സിങ് വീഡിയോ പോലെ ചെയ്യാമെന്ന് ഓർത്തിട്ട് ഇപ്പോൾ രാവിലെ ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. ഞാൻ അതിൻ്റെ അകത്ത് കൊണ്ട് എൻ്റെ ബാഗും സാധനങ്ങളൊക്കെ വെച്ച്, ബാഗല്ല, ഞാൻ ജസ്റ്റ് എൻ്റെ ആ ഒരു പർച്ചേസ് ചെയ്തതിൻ്റെ ആ ഒരു ഷോപ്പിംഗ് ബാഗ് പോലത്തെ ഒരു സംഭവം, അതിൻ്റെ കവറും അത് മാത്രമേ ഞാൻ കൊണ്ടുവന്നുള്ളൂ. അപ്പം അത് ഞാൻ അതിൻ്റെ അകത്ത് വെച്ചായിരുന്നു. ഈ ഒരു പാർക്ക് കാണാത്തവരുണ്ടോ എന്ന് എനിക്കറിയില്ല. കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇത് കുന്നറ പാർക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞത്. കുന്നറ പാർക്ക് എന്നാണ് ഈ പാർക്കിന്റെ പേര്. ഇത് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് നമ്മുടെ വൈറ്റിലയിലാണ്. നമ്മുടെ വൈറ്റില ബസ് സ്റ്റാൻഡിന്റെ ആ ഒരു സൈഡിലൊരു വഴിയുണ്ട്. ആ ഒരു വഴി ഇങ്ങോട്ട് വരുമ്പോഴേക്കും നമ്മൾ മറ്റേ ഇതൊക്കെ പോലെ മൂവാറ്റുപുഴ പിറവൊക്കെ ബസ് പോകുന്ന ആ റൂട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പൊക്കത്തും നമുക്ക് നമ്മുടെ മെട്രോ പില്ലർ കാണാനായിട്ട് സാധിക്കും. ഇതൊരു അടിപൊളി പാർക്കുണ്ട്. ഇവിടെ നമുക്ക് ആംഫി തിയേറ്റർ ഒക്കെ ഉണ്ട്. ഇവിടെ എന്തെങ്കിലും വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം ഒക്കെ ചെയ്യാനായിട്ട് ഒരു അടിപൊളി ലൊക്കേഷനാണ്. മൈക്കും വാച്ചൊക്കെ ഞാൻ അവിടെ വെച്ചേക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഇവിടെ ആണെങ്കിൽ ഒരു ഓപ്പൺ ജിം സ്പേസും കൂടി ഉണ്ട്. ഇതാണ് ജസ്റ്റ് പാർക്ക് വരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് നടന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ഇവിടെ ക്ലിൻ സ്ക്വയർ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് പോയിട്ട് ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ വാച്ചിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞു തരാം. നമ്മളിപ്പോൾ പതുക്കെ അകത്തേക്ക് വന്നിട്ടോ. ഇതാണ് ഇപ്പോൾ ഞാൻ വാങ്ങിയ വാച്ച്. ഇത് നമ്മുടെ കാസിയോ ബ്രാൻഡിൻ്റെ ഒരു വാച്ചാണ്. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ മഴയുള്ള സമയത്ത് നിങ്ങൾക്ക് വരാട്ടോ. ഇവിടെ മഴയൊന്നും കൊള്ളാതെ നിങ്ങൾക്ക് വർക്കൗട്ടൊക്കെ ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ചെയ്യാം. എന്തെങ്കിലും വായിക്കണമെങ്കിൽ ഇവിടെ നിന്നൊക്കെ വായിക്കാം. പിള്ളേർക്കാണെങ്കിൽ അവിടെ ഒരു ഏരിയയും കൂടി കൊടുത്തിട്ടുണ്ട്. ഇതൊരു സാധാ വാച്ചാണ് കേട്ടോ ഗൈസ്. ഞാൻ ആദ്യമേ പറഞ്ഞേക്കും, ഇതൊരു ഭയങ്കര സാധാരണ ഒരു വാച്ചാണ്. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് കുറേ നിങ്ങൾ റീൽസിലും മറ്റു വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ ഒരു വാച്ചിനെ പറ്റിയിട്ട്. ഇത് ഞാൻ എവിടെ നിന്ന് അൺബോക്സ് ചെയ്യുമെന്നാണ് ആലോചിക്കുന്നത്. നമുക്ക് ആദ്യം ഒരു റൗണ്ടും കൂടി അടിക്കുക. ഇവിടെ എല്ലാം കംപ്ലീറ്റ് മഴ പെയ്തിട്ട് നമ്മുടെ വെള്ളമൊക്കെ കിടപ്പുണ്ടായിരിക്കുന്ന സ്ഥലത്ത്. അപ്പോൾ നമുക്ക് തിരിച്ച് അതിൻ്റെ അകത്ത് തന്നെ അകത്തുനിന്ന് തന്നെ അൺബോക്സ് ചെയ്യാം. കുറച്ച് ലൈറ്റിൻ്റെ ഒരു കുറവുണ്ടാവും, അപ്പോൾ ഒന്ന് ക്ഷമിക്കണം. നമുക്ക് എന്നാൽ അകത്തേക്ക് പോവാം. നമുക്ക് ഇതിൻ്റെ അകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഒട്ടും ചൂടൊന്നും ഫീൽ ചെയ്യില്ല. അതിൻ്റെ മേളിലായിട്ട് അവിടെ കണ്ടോ കുറച്ച് ഫാൻസൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ എക്സോസ്റ്റ് പോലത്തെ. അപ്പോൾ ചൂടൊന്നും ഫീൽ ചെയ്യില്ല. അകത്തേക്ക് കാറ്റൊക്കെ കയറും, നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാം. എന്തെങ്കിലും ചെറിയ ചെറിയ വർക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്നൊക്കെ ചെയ്യാനായിട്ടൊക്കെ പറ്റും. ഇതാണ് കേട്ടോ കിഡ്സിൻ്റെ ഏരിയ എന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഇവിടെ കംപ്ലീറ്റ് മണ്ണ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇഞ്ചുറീസ് ഒന്നും ഉണ്ടാവില്ല ഇവിടെ. നമുക്ക് പിള്ളേർക്ക് ഇങ്ങനെ പിടിച്ചൊക്കെ പോകാനായിട്ടും സ്ലൈഡ് ചെയ്യാനായിട്ടും പിന്നെ മറ്റേ കാലിങ്ങനെ ഇടയിൽ കൂടി ഇട്ടിട്ട് ഇങ്ങനെ സ്വില്ല് ചെയ്ത് ഇങ്ങനെ ഇറങ്ങി വരാനുള്ള ആ ഒരു സംഭവമൊക്കെ ഉണ്ട് ഇവിടെ. അടിപൊളിയാണ്. നിങ്ങൾക്ക് രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ ആയിട്ട് പിള്ളേരൊക്കെ ആയിട്ട് പറയാനും ഒരു ചില്ല് ചെയ്ത് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ്. നമുക്ക് ഇത് കാണിച്ചു തരാം. വാച്ച് ഞാൻ കാണിച്ചു തരാം. ഇപ്പം 3 പ്രാവശ്യമായല്ലേ വാച്ച് കാണിച്ചു തരാം എന്ന് പറയുന്നത്. ഇതിപ്പോൾ എന്തായാലും കാണിച്ചു തരാം. നിങ്ങൾക്ക് മോഡൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ
F91W എന്ന് പറഞ്ഞിട്ടൊരു മോഡലാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഗൈസ് വാച്ച് വരുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ F91W എന്ന് പറയുന്ന മോഡൽ കാസിയോൻ്റെ വാച്ച്. ഞാനിത് നമ്മുടെ എറണാകുളത്ത് മേനകയില്ലേ, മേനകയിൽ നമ്മുടെ ബസ് സ്റ്റോപ്പിൻ്റെ ഓപ്പോസിറ്റായിട്ട് കാണുന്ന ഒരു പ്ലേസില്ലേ, നമ്മുടെ വാച്ചസും ക്ലോക്കും കാര്യങ്ങളൊക്കെ നോക്കുന്ന GCDയുടെ അവിടെയില്ലേ, അവിടെയുള്ള മറ്റേ സ്വിസ് ടൈമേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ഷോപ്പിൽ നിന്നാണ് ഈ ഒരു വാച്ച് ഞാൻ പർച്ചേസ് ചെയ്തത്. ഞാൻ ഓൺലൈൻ നോക്കുമായിരുന്നു. ഓൺലൈൻ ഞാൻ കുറേ ഒരാഴ്ച 2 ആഴ്ചയോളം ഓൺലൈനിൽ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. ഇത് എപ്പോൾ നോക്കിയാലും ഔട്ട് ഓഫ് സ്റ്റോക്ക്, എന്താണെന്നറിയില്ല. ഇത് എനിക്ക് തോന്നുന്നു ഇത്തിരി കൂടി ഇപ്പോൾ ഡിമാൻഡുള്ള വാച്ചാണെന്നൊക്കെ പറയാം. ഈ ഒരു ടൈം ആയപ്പോഴേക്കും ഇതിൻ്റെ വീഡിയോസും ഇതൊക്കെ ആയിട്ട് ഇതിൻ്റെ ഡിമാൻഡ് ഇത്തിരി കൂടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഓൺലൈൻ കിട്ടാനായിട്ട് താമസം. നമുക്ക് വീണ്ടും അൺബോക്സിങ്ങിലേക്ക് വരാം. ബോക്സിൻ്റെ അകത്ത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു വാറണ്ടി കാർഡ്, പിന്നെ കാസിയോൻ്റെ യൂസർ മാനുവൽ, ഒരു വലിയ പേപ്പർ, അത് 2 മാത്രമാണ് ഉള്ളത്. ഇത് ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്തത് കൊണ്ട് തന്നെ എനിക്ക് അവിടെ നിന്ന് ഇതേപോലത്തെ ഒരു സംഭവം കൂടിയാണ്. അത് ഓൺലൈൻ കിട്ടുമോയെന്ന് അറിയില്ല, മേ ബി കിട്ടുമായിരിക്കും. ഇതേപോലത്തെ മറ്റേ വാറണ്ടിയുടെ കാർഡില്ലേ, ആ കാർഡാണ് എനിക്ക് തന്നത്. 2 years + 6 months ആണ് ഇതിന് വാറണ്ടി വരുന്നത്. അത് ഈ ഒരു 3 സംഭവങ്ങൾ മാത്രമാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇത് ഒരു ബോക്സ്, ഈ ഒരു ബോക്സിലാണ് ഇതിൻ്റെ പാക്കിങ് വരുന്നത്. ഇതെന്താ സംഭവം, ഇതിൻ്റെ MRP അത്രയേ ഉള്ളൂ. ഞാൻ ഈ വാച്ച് പർച്ചേസ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹൈപ്പ് തന്നെയാണ്. ഇപ്പോഴത്തെ ഇതിൻ്റെ ഒരു അടിപൊളി ഹൈപ്പാണ്. ഇപ്പോൾ ഓൺലൈൻ ആയാലും ഡിമാൻഡാണ് ഈ സാധനം കിട്ടാനായിട്ട്. നമുക്ക് ചീപ്പസ്റ്റ് ആയിട്ട് ഭയങ്കര റിലയബിൾ, ഭയങ്കര ഈസി ടു യൂസ് ആയാലും എല്ലാ കാര്യങ്ങളും കൊണ്ടായാലും ഈ ഒരു വാച്ച് അടിപൊളിയാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെയാണ് ഇത് പർച്ചേസ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത്. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റാണ്. ഏകദേശം എത്രയോ ഗ്രാം മാത്രമേ ഇതിന് വരുന്നുള്ളൂ വെയിറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഇത് പുറത്തേക്ക് എടുത്ത് ഞാൻ കാണിച്ചു തരാം. കുഞ്ഞു വാച്ചാണ് കേട്ടോ, നമ്മുടെ കയ്യിലിട്ട് കഴിഞ്ഞാൽ അറിയാൻ കൂടി പറ്റില്ല കയ്യിലുണ്ടെന്നുള്ള കാര്യം വാച്ച്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ട്. ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. മേ ബി 30 meters ആയിരിക്കും വാട്ടറിൻ്റെ വാട്ടർ റെസിസ്റ്റൻറ്റ് കപ്പാസിറ്റി വരുന്നത്. ഈ വാച്ചിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വാച്ച് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു റേഞ്ചിൽ, അതായത് ഈ ഒരു ബഡ്ജറ്റിൽ വെരി പെർഫെക്റ്റ് ആയിട്ട് ആക്യുറസി, അതായത് ടൈം ആക്യുറസി ഉള്ളൊരു വാച്ചാണ് ഈ കാസിയോൻ്റെ F91W എന്ന് പറയുന്നത്. അതാണ് ഇതിൻ്റെ നമ്പർ 1 ഫീച്ചറായിട്ട് ഇവർ പറയുന്നത്. അതങ്ങനെ പറയാനുള്ള എന്താ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഈ ഒരു വാച്ചിൻ്റെ ബഡ്ജറ്റിൽ വാങ്ങുന്ന മറ്റ് വാച്ചസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും ടൈം ആക്യുറസി, ഇത്രയും ആക്യുറേറ്റ് ആയിട്ട് ടൈം കാണിക്കുന്ന ഈ ഒരു ബഡ്ജറ്റിലുള്ള വാച്ച് വേറെ ഇല്ലെന്ന് തന്നെ പറയാം നമുക്ക്. പിന്നെ വേറെ വാച്ചസിൽ കണ്ടുവരുന്ന പോലെ അല്ല ഇതിൻ്റെ ബട്ടൺസ് ഒക്കെ വരുന്നത്. അതായത് നമ്മൾ പുഷ് ചെയ്യുന്ന ആ ഒരു ബട്ടണൊക്കെ ഇല്ലേ, അപ്പോൾ ആ ബട്ടണൊക്കെ ഇതിലാകെ 3 ബട്ടണേ വരുന്നുള്ളൂ. 2 ലെഫ്റ്റ് സൈഡിലും, വാച്ചിൻ്റെ ലെഫ്റ്റ് സൈഡിലും, പിന്നെ 1 റൈറ്റ് സൈഡിലും, ബോട്ടം റൈറ്റ് സൈഡിലായിട്ടാണ് പിന്നെ വരുന്നത്. അഥവാ നിങ്ങൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ നോക്കിയിട്ട് ഈ വാച്ച് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾട്ടർനേറ്റീവായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റിയ കുറച്ച് മോഡൽസ് വേറെയുണ്ട്. അതിൽ 2 ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞുതരാം. A158W എന്ന് പറയുന്ന മോഡലും A159W എന്ന് പറയുന്ന മോഡലും ഉണ്ട്. മോസ്റ്റ്ലി ചെയിൻസ് ഒക്കെയാണ് ഞാൻ കണ്ടേക്കുന്നത്. അതിൻ്റെ വേർഷൻസ് മേ ബി ഇതിൽ സ്ട്രാപ്പിൽ വരുന്നതും ഉണ്ടാവും. പിന്നെ വരുന്ന മോഡൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ F94W എന്ന് പറയുന്ന മോഡൽ. ആ ഒരു മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം സൈസാണ്, സിമിലർ സൈസാണ്. പക്ഷേ ഡിസ്പ്ലേ സ്റ്റൈൽ ഡിഫറെൻ്റ് ആണ്. അതിൻ്റെ സൈഡിലായിട്ട് വേറെ കുറച്ച് ഡിസ്പ്ലേ സ്റ്റൈലിന് ഉദ്ദേശിച്ച് മറ്റേ ആ ഒരു അകത്തുള്ള ആ ഒരു ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് കുറച്ച് ഡിഫറൻസ് ഒക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് പക്ക ഓൾട്ടർനേറ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ വേറെ ഒരെണ്ണമാണ് F105W എന്ന് പറഞ്ഞിട്ട് വേറൊരു മോഡലുണ്ട്. അതിൻ്റെ ഡിസ്പ്ലേൻ്റെ അവിടെ ആയിട്ട് ഇല്ലുമിനേറ്റർ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലൈറ്റ് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു വലിയൊരു നീല ലൈറ്റാണ് കൊടുത്തത്. നമ്മളിപ്പോൾ ലൈറ്റ് ആ ഒരു ഓപ്ഷൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഡിസ്പ്ലേ ഫുള്ളായിട്ട് തെളിയുന്ന ഒരു മോഡലാണ്. ഇതിൻ്റെ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ലൈറ്റിൻ്റെ അവിടെ നോക്കി കഴിയുമ്പോൾ സൈഡിൽ നിന്ന് ഒരു ചെറിയൊരു ലൈറ്റാണ് വരുന്നത്. ഒരു ഓറഞ്ച് യെല്ലോയിഷ് ആ ഒരു ഷെയ്ഡ് ലൈറ്റാണ് ഇങ്ങനത്തെ ഒരു വാച്ചസ് എന്നൊക്കെ പറഞ്ഞത്. അതാണ് ഇല്ലുമിനേറ്ററും ഇതായിട്ടുള്ള ഡിഫറൻസ്. ഏകദേശം ഭയങ്കര സിമിലറായിട്ട് തോന്നിക്കുന്ന വാച്ചസിൽ ഒന്നാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ, ഇതേപോലത്തെ ഒരു വാച്ച് വേണമെന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതിലിപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ട് എന്തൊക്കെ മോഡ്സ് ആവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂഷ്വൽ ടൈം കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ക്ലോസിംഗ് ആയെന്ന് പറഞ്ഞത് നമ്മുടെ 8 മണിയാകുമ്പോഴേക്കും ഇവിടെ ക്ലോസ് ആവുമെന്ന് തോന്നുന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം. ഓക്കെ ബൈ, വീട്ടിൽ ചെന്നിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മളത് നേരെ വീട്ടിലെത്തി. അവിടെ 8 മണിക്ക് ക്ലോസിംഗ് ടൈം ആയിരുന്നു. അപ്പോൾ രാവിലെ 6 തൊട്ടാണ് തോന്നുന്നത് ഓപ്പൺ ആവുന്നത്. രാവിലെ 6 തൊട്ട് എന്തോ 8 മണി വരെ എന്തോ ഉള്ളൂ. അപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന ടൈമിന് അവിടെ സെക്യൂരിറ്റി വന്നായിരുന്നു, ക്ലോസിങ്ങിനാന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കൊടുക്കണമല്ലോ അങ്ങനെ പറയുമ്പോൾ. പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ ഇതേ വീട്ടിലാണ് ഇരിക്കുന്നത്. നമ്മളിവിടെ ഒരു ടേബിൾ എടുത്തിട്ടു. അപ്പോൾ നമുക്ക് വാച്ചിൻ്റെ കേസിലേക്ക് തിരിച്ചു പോരാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നില്ല, സ്വിസ് ടൈം ഹൗസ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിൽ നിന്നാണ് മേടിച്ചത്, മേനകയിലുള്ള. അപ്പോൾ അവിടെ എനിക്ക് ഇതിൻ്റെ കോസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് കോസ്റ്റ് ആയത് ഏകദേശം 1070 ആണ് എനിക്ക് കോസ്റ്റ് വന്നത് ഈ ഒരു വാച്ചിന് സ്റ്റോറിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ. ഓൺലൈനായിട്ട് ഞാൻ നേരത്തെ നോക്കിയപ്പോൾ ഫ്ലിപ്കാർട്ടിൽ ഏകദേശം 1000-ന് താഴെയാണ് ഈ വാച്ചിന് പ്രൈസ് കാണിച്ചുകൊണ്ടിരുന്നത് ഫസ്റ്റ്. അത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടാണ് കേട്ടോ ആ ഒരു പ്രൈസ് കാണിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ആമസോണിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ആമസോണിൽ ചില സമയത്ത് എടുത്തു നോക്കുമ്പോൾ ഈ വാച്ച് കാണും, ചില സമയത്ത് നോക്കുമ്പോൾ കാണൂല. ഇങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് ഇല്ലെന്ന് തന്നെയാണ് അതിൽ നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇടയ്ക്ക് നോക്കുമ്പോഴേക്കും കാണും കേട്ടോ നമ്മൾ ഈ ഒരു വാച്ചിൻ്റെ പേരും മോഡലും അടിച്ചു കൊടുക്കുമ്പോഴേക്കും ചില സമയത്ത് കിട്ടും, ചില സമയത്ത് കിട്ടൂല. അങ്ങനെയാണ് അപ്പോൾ ഇതിൻ്റെ ആമസോണിൻ്റെ കാര്യങ്ങൾ. വാച്ച് കാസിയോ എപ്പോഴാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ. ഇത് 1989-ലാണ് കാസിയോ ഈ വാച്ച് പുറത്തിറക്കുന്നത്. പിന്നെ ഇത് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ വരാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഒരു കാര്യമാണ്, ഇതിൻ്റെ ആക്യുറസിയുമായി സംബന്ധിച്ചുള്ളൊരു ചെറിയൊരു, നിങ്ങൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും ഇത് പണ്ട് മുമ്പ് ടെററിസ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാച്ചാണെന്നൊക്കെ പറയുന്ന നമ്മളെ മറ്റേ ഇതില്ല ടൈം ബോംബിനൊക്കെ ഇത് നമ്മുടെ ടൈമറൊക്കെ ആയിട്ട് യൂസ് ചെയ്ത് ഈ ഒരു മോഡൽ വാച്ചാണെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ് എനിക്ക് വീഡിയോസും മറ്റു കാര്യങ്ങളൊക്കെ വായിച്ചപ്പോൾ അറിയാനായിട്ട് സാധിച്ചത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ വാച്ചിന് സ്പെഷ്യലാകുന്നത്. അത് സ്പെഷ്യൽ എന്ന് പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു കാര്യം ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റുള്ളൊരു കാര്യമാണ്. എന്നാലും ഇതിൽ അതിൻ്റെ ആക്യുറസിയാണ് മെയിനായിട്ട് പറയുന്നത്. അങ്ങനെ പറയുകയാണെങ്കിൽ പോസിറ്റീവ് സൈഡ് പറയാനാണെങ്കിൽ ഇത് കുറേ നമ്മൾ അറിയപ്പെടുന്ന കുറേ സിനിമാ നടന്മാരും അതേപോലെ തന്നെ കുറേ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളൊക്കെ വെയർ ചെയ്തിട്ടുള്ളൊരു വാച്ചും കൂടിയാണിത്. ഫോർ എക്സാമ്പിൾ ഒബാമ വരെ ധരിച്ചിട്ടുള്ളൊരു വാച്ചാണ് ഇത്, കാസിയോ F91W എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് 2 ദിവസം മുമ്പാണ് വാങ്ങിയത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കും ഈ വാച്ചിന് ഇപ്പോൾ സ്പെഷ്യലായി എല്ലാവരും കൺസിഡർ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഡിമാൻഡ് കൂട്ടാനുള്ള റീസൺ എന്നും പറയുന്നത്, അവിടെ ഷോപ്പിൽ ചെന്ന് വാങ്ങാൻ ചെന്നപ്പോഴും ഞാൻ ഡിസ്കൗണ്ട് ചോദിച്ചായിരുന്നു. ഇത് ഞാൻ പറഞ്ഞ ഡിസ്കൗണ്ടൊക്കെ ചെയ്ത് എന്നോട്ട് ഒന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡിസ്കൗണ്ട് ഇല്ലാതെ വാങ്ങാനും ആളുണ്ടെന്നാണ് പറഞ്ഞത്. ഡിമാൻഡാണ് ഭയങ്കര, ഇവിടെ വിൽക്കാൻ നിൽക്കുന്ന ആൾക്ക് വരെ ഭയങ്കര ഡിമാൻഡാണ് ഈ ഒരു സാധനം തരാനായിട്ട്. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. കുറച്ച് ദിവസം ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ നമുക്ക് ഉടനെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമോയെന്ന് അറിയില്ല, എന്നാലും മാക്സിമം ട്രൈ ചെയ്യാം. പുതിയ കണ്ടന്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇനിയും യാത്രകൾ ചെയ്യാനായിട്ട് പ്ലാനുണ്ട്. അപ്പോൾ ഇനി ഡെയിലി വീഡിയോസും ഇടുന്നതായിക്കോട്ടെ. കൂട്ടത്തിൽ നമ്മൾ വീക്കിലൊക്കെ ആയിരിക്കും ഇനി എവിടെയെങ്കിലുമൊക്കെ പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. സോ അപ്പോൾ അതൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് കൺസിഡർ ചെയ്തിട്ട് വേണം ഇനി വീഡിയോസൊക്കെ ഇടാനായിട്ട്. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉണ്ടാവുന്നുള്ളൂ ഗൈസ്. കണ്ടന്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം. ബൈ. It sound right, boys.